നമസ്കാരം. എൻ്റെ പേര് പ്രീത ജയപ്രകാശ്. ഞാനൊരു സ്ഥാപനം നടത്തുന്നുണ്ട്. സ്ഥാപനത്തിൻ്റെ പേര് JD പ്രൊഡക്ട്സ് എന്നാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് പഴയന്നൂരിലാണ്. പഴയന്നൂരിൽ ആലത്തൂർ റോഡിലെ പുളിഞ്ചോട് എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഞങ്ങൾ ഞങ്ങളുടെ യൂണിറ്റിൽ ഒരു പേപ്പർ ബാഗ് യൂണിറ്റാണ്, ഒരു നിർമ്മാണ യൂണിറ്റാണ് ഞങ്ങൾ നടത്തുന്നത്. ഞങ്ങൾ എല്ലാ തരത്തിലുള്ള പേപ്പർ ബാഗ് വർക്കുകളും ചെയ്യുന്നുണ്ട്. ടെക്സ്റ്റൈൽ ബാഗുകൾ, മൊബൈൽ ബാഗുകൾ, ജ്വല്ലറി ബാഗുകൾ, കേക്ക് ബാഗ്, അങ്ങനെയുള്ള എല്ലാതരം ബാഗുകളും ഞങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. ബാഗുകൾ നിർമ്മിക്കുന്നത് നമ്മൾ കസ്റ്റമർ അനുസരിച്ചുള്ള ബാഗുകൾ, വിവിധ തരത്തിലുള്ള ബാഗുകൾ നിർമ്മിക്കുന്നുണ്ട്. അത് ചെയ്യുന്നത് ബാഗ് ഓഫ്സെറ്റ് പ്രിന്റിംഗ്, സ്ക്രീൻ പ്രിന്റിംഗ് ചെയ്തു വരുന്നു. ഞങ്ങൾ എല്ലാ തരത്തിലുള്ള ഓർഡറുകളും എടുക്കുന്നുണ്ട്. ചെറിയ ഓർഡറുകൾ മുതൽ ബൾക്ക് ഓർഡറുകൾ വരെ എടുക്കുന്നുണ്ട്. അത് നമ്മൾ അവരുടെ അനുസരിച്ചിട്ട് കൃത്യമായ രീതിയിൽ എത്തിച്ചു കൊടുക്കുന്നു. സ്വന്തമായ ഒരു സംരംഭം തുടങ്ങണം എന്ന ഒരു ആഗ്രഹത്തോടു കൂടിയാണ്. എന്തെങ്കിലും ഒന്ന് ചെയ്യണം. വീട്ടില് ഡെയിലി വേജസിന് ഞാൻ പോയിക്കൊണ്ടിരുന്നതാണ്. വീട്ടില് അതല്ലാതെ വീട്ടിലിരിക്കുമ്പോൾ സ്വന്തമായ ഒരു സംരംഭം തുടങ്ങണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് പേപ്പർ ബാഗ് എന്ന ചിന്തയിലേക്ക് എത്തിയത്. ഞാനും ഹസ്ബൻഡുമാണ് തുടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ 2 പേര് പെർമനന്റായി ജോലി ചെയ്യുന്നുണ്ട്. അല്ലാതെ ഡെയിലി വേജസിന് 2 പേര് വരുന്നുണ്ട്. അത് നമ്മൾ അവരുടെ ഷോപ്പുകളിൽ പോയി കസ്റ്റമൈസ് ചെയ്യുന്നു. അല്ലാതെ ഓൺലൈനായിട്ടും കസ്റ്റമറെ കിട്ടുന്നുണ്ട്. അപ്പോൾ അവർക്കനുസരിച്ചുള്ള ക്വാണ്ടിറ്റി അനുസരിച്ചും അവരുടെ പ്രോഡക്റ്റ് ഇട്ട് കൊടുക്കുന്ന എങ്ങനെയാണോ ആ ബാഗ് അവർക്ക് ഡിസൈൻ ചെയ്യേണ്ടത് അതനുസരിച്ച് നമ്മൾ പ്രിന്റ് ചെയ്ത് കൊടുക്കുന്നു. ഞങ്ങൾ തുടങ്ങിയിരിക്കുന്നത് പഴയന്നൂർ പഞ്ചായത്തിലെ SVP പ്രോജക്റ്റിന്റെ ഭാഗമായിട്ടാണ്. അത് സ്റ്റാർട്ടപ്പ് വില്ലേജ് എന്ന് പറയുന്ന ഒരു പദ്ധതിയുടെ ഭാഗമായി അവിടെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. നമ്മുടെ നൈപുണ്യത്തിനനുസരിച്ചുള്ള ക്ലാസ്സുകൾ അവര് അറ്റൻഡ് ചെയ്തിരുന്നു. ഇപ്പോൾ മണി മാനേജ്മെന്റ് ആയാലും, ടൈം മാനേജ്മെന്റ് ആയാലും, മാർക്കറ്റിംഗ്, നമ്മൾ എങ്ങനെ മാർക്കറ്റ് ചെയ്യണം എന്നതനുസരിച്ച്, പ്രോഡക്റ്റ് എങ്ങനെ വാങ്ങിക്കണം എന്നതനുസരിച്ചുള്ള സപ്പോർട്ടീവ്സ് പഴയന്നൂർ ബ്ലോക്കിൽ നിന്നും കിട്ടിയിരുന്നു. അത് നമ്മളിപ്പോ പ്ലാസ്റ്റിക് എല്ലാവർക്കും ഭൂമിക്ക് തന്നെ ഹാനികരമാണെന്ന് നമുക്ക് അറിയാലോ. അപ്പോൾ പ്രകൃതിയിലേക്ക് മടങ്ങുക എന്നുള്ള സന്ദേശത്തോടു കൂടി നമ്മൾ പറയുമ്പോൾ നമ്മളുടെ സ്വന്തമായിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ അതിലൊരു അഭിമാനമുണ്ട്. അതിനാണ് പേപ്പർ ബാഗ് എന്ന യൂണിറ്റിലേക്ക് നിങ്ങൾ എത്തിയത്. ഇത് ഒറ്റ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എങ്കിലും നമുക്ക് നമ്മളുടെ പ്രോഡക്റ്റിനായാലും അവരുടെ ഷോപ്പിനായാലും ഞങ്ങൾക്കായാലും വിപണിയിൽ ഒരു മാർക്കറ്റിംഗ് നന്നായിട്ടുണ്ട്. അതുകൊണ്ടാണ് പേപ്പർ ബാഗിൽ എന്നിലേക്ക് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഞങ്ങളൊരു പുതിയ ഫീൽഡായിരുന്നു ഇത്. അപ്പോൾ ഞങ്ങൾ സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ഫോണിലൂടെയൊക്കെ പഠിച്ച് പിന്നെ അത് വിപണിയിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ പരസ്യങ്ങൾ ചെയ്തിരുന്നു. പിന്നെ അറിയുന്ന ആൾക്കാർ ഫോണിൽ തന്നെ ഇങ്ങനെ വീഡിയോസും സ്റ്റാറ്റസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഫേസ്ബുക്ക് അക്കൗണ്ട്, ഇൻസ്റ്റഗ്രാം അക്കൗണ്ട്, അങ്ങനെയൊക്കെ നമ്മൾ വിപണിയിലേക്ക് അറിയിക്കുകയാണ് ആൾക്കാരെ. ഓൺലൈനായിട്ട് വരുന്നത് ഇപ്പോൾ ഫോണിലൂടെയൊക്കെ കണ്ടിട്ടും ആൾക്കാർ വിളിച്ച് ചോദിക്കുന്നുണ്ട്. അല്ല, പഴയന്നൂർ മാത്രമല്ല, ഞങ്ങൾക്ക് ഇപ്പോൾ ഷോപ്പുകളിൽ പോയി ഞങ്ങൾ ഡെലിവറി ചെയ്യുന്നുണ്ട്. അല്ലാതെ ഞങ്ങൾക്ക് ഓൺലൈൻ വർക്കുകളും വരുന്നുണ്ട്. ഓൺലൈൻ വർക്കുകൾ വന്ന് അവരുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് ഞങ്ങൾ പാഴ്സൽ ചെയ്ത് വരുന്നുണ്ട്. ഓൾ കേരള കസ്റ്റമേഴ്സ് ഉണ്ട്. ഇല്ല, അതേ ഞാൻ പറഞ്ഞത്, ഒരു കസ്റ്റമർ വരുമ്പോൾ അവരുടെ പ്രോഡക്റ്റ് ഇട്ട് കൊടുക്കുന്നു, അവരുടെ പ്രോഡക്റ്റ് മാർക്കറ്റിൽ എത്തിക്കുന്നു. ആ കസ്റ്റമറിലേക്ക് ഒരാൾ വരുമ്പോൾ അവർക്ക് സാധനം ഇട്ട് കൊടുക്കേണ്ടതെന്ന് നമ്മളോട് പറയുമല്ലോ. അപ്പൊ നമ്മൾ അറിയാത്തവരാണെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കും, ഇന്ന ബാഗ് അതിന് സ്യൂട്ട് ആയിരിക്കും എന്ന് പറഞ്ഞു കൊടുക്കും. ഇപ്പൊ കേക്കൊക്കെ ഇട്ട് കൊടുക്കുന്നതിനും ടെക്സ്റ്റൈൽ ബാഗ് വേറെയാണ്, മൊബൈൽ ബാഗ് വേറെയാണ്. അതിന്റെ ഹൈറ്റും വിഡ്ത്തും അറിയില്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കാം. അതിനനുസരിച്ചിട്ട് കസ്റ്റമറുടെ അനുസരിച്ചിട്ടാണ് ബാഗുകൾ ചെയ്തു കൊടുക്കുന്നത്. ഈ പേപ്പർ ബാഗ് കൂടുതൽ എല്ലാം കൂടുതൽ ചെയ്യണം എന്നുണ്ട്. അതോടൊപ്പം ഞങ്ങൾക്ക് പറയുന്നത് പുതിയൊരു ടിഷ്യൂ കൂടി ഞങ്ങൾ പുറത്തെടുക്കണം എന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ടിഷ്യൂ പേപ്പർ. ഫാമിലി എൻ്റെ എല്ലാ സപ്പോർട്ടിനും എൻ്റെ ഭർത്താവുണ്ട്. പിന്നെ കുട്ടികളുടെ വീട്ടിലെ എല്ലാവരും നല്ല സപ്പോർട്ടിങ് ആണ്. ഇങ്ങനെ തുടങ്ങുമ്പോൾ നമ്മൾ വെറുതെ വീട്ടിലിരിക്കാതെ, ആ സമയം കളയാതെ, നമ്മുടെ നൈപുണ്യത്തിനനുസരിച്ച് നമ്മളുടെ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ എത്തുമ്പോഴാണ് നമുക്ക് ചെയ്യുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുമല്ലോ. അതിൽ കൂടെ കിട്ടുന്ന ഒരു വരുമാനം നമുക്കൊരു അഭിമാനം തന്നെയാണ്. അതുകൊണ്ട് എല്ലാവരും നമുക്ക് പറ്റുന്ന ജോലികൾ ചെയ്ത് സാറ്റിസ്ഫാക്ഷനാക്കി ജീവിതം സന്തോഷകരമാക്കുക. കടപ്പാട് എന്ന് പറയുന്നത് ആദ്യം ദൈവത്തിന് നന്ദി പറയുന്നു. പിന്നെ എൻ്റെ വീട്ടുകാർക്കും, എന്നെ സഹായിക്കുന്ന എൻ്റെ ഭർത്താവിനും, പിന്നെ ഇവിടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും
പിന്നെ എനിക്ക് ഇത് തുടങ്ങാൻ എന്നെ സപ്പോർട്ട് ചെയ്ത, എനിക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകിയ എല്ലാവർക്കും നന്ദി പറയും. നമ്മളിപ്പോ ഒരു ബാഗ് ചെയ്യുന്നതിന് ഫസ്റ്റ് ആയിട്ട് നമ്മൾ മെറ്റീരിയൽസ് എടുക്കണം. മെറ്റീരിയൽസ് പേപ്പർ, അതിൽ ഹാൻഡിലാണോ വരുന്നത് എങ്കിൽ അവർക്ക് ഇഷ്ടമുള്ളത് ഹാൻഡിൽ, റോപ്പ്, ഗമ്മ്, സ്ക്വീസർ, പിന്നെ വരുന്ന സ്ക്രീൻ പ്രിന്റ് ആണെങ്കിൽ അത്, അല്ലെങ്കിൽ ഓഫ്സെറ്റ് ആണെങ്കിൽ അത്. ആ കടയുടെ പരസ്യമാണത്, അത് വരുന്നതാണ്. ഇപ്പൊ സ്ക്രീനിലാവുമ്പോൾ സ്ക്രീൻ പ്രിന്റ് വരുന്നുണ്ട്, ഓഫ്സെറ്റ് പ്രിന്റിങ് വരുന്നുണ്ട്. ഇപ്പൊ ഹാൻഡിൽ വരുമ്പോൾ പേപ്പർ ഹാൻഡിൽ വരുന്നുണ്ട്, റോപ്പും വരുന്നുണ്ട്. ഇത് മൾട്ടി കളറാണ് വരുന്നത്. മിനിമം ക്വാണ്ടിറ്റി ഇല്ല, നമ്മള് കസ്റ്റമർ അനുസരിച്ച് തന്നെയാണ് ചെയ്തു കൊടുക്കുന്നത്. ഇപ്പോ 100 ക്വാണ്ടിറ്റി മുതൽ 1000, 1500, 2000 വരെ നമ്മൾ ചെയ്തു. JD പ്രോഡക്ട്സ് എന്നാണ് എന്റെ സ്ഥാപനത്തിന്റെ പേര്. ഇത് വരുന്നത് പഴയന്നൂർ സെന്ററിൽ നിന്ന് ആലത്തൂർ റോഡിലേക്ക് വരണം. ആലത്തൂർ റോഡിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് മാറിയ പുളിഞ്ചോട് തന്നെയാണ് ഇതിന്റെ സ്ഥലം.